പൂരം കലക്കൽ RSS കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിയ MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു. UPSC വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അനധികൃത സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം കലക്കൽ, RSS മേധാവിയുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങി ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ADGP MR അജിത് കുമാറിന്റെ പദവി DGP റാങ്കിലേക്ക് ഉയരുന്നത്. അടുത്തിടെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയിരുന്നു. ഈ ശുപാർശയാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് മേധാവി എന്നിവരടങ്ങിയതാണ് IPC സ്ക്രീനിംഗ് കമ്മിറ്റി. അനധികൃത സ്വത്ത് സമ്പാദന വിഷയങ്ങൾക്കടക്കം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പുറമെ മന്ത്രിസഭായോഗത്തിന് മുൻപിലെത്തിയെങ്കിലും അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാവില്ലെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. നിലവിലെ 3 കേസുകളിലും അജിത് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്നു മാറ്റിയിട്ടില്ലെങ്കിലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അജിത് കുമാർ നേരിട്ടിട്ടില്ല. അതിനാൽ തന്നെ അജിത് കുമാറിന് മുൻപിൽ വെല്ലുവിളികൾ ഉണ്ടാവില്ല. UPSC വിഷയത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 2 ആഴ്ച കൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ നീക്കത്തിലേക്ക് എത്തിയതെന്നതും ശ്രദ്ധേയമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.